ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറഞ്ഞ സ്പേസിൽ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത പൂച്ചെടികൾ മാത്രം ഉപയോഗിച്ച് തന്റേതായ ശൈലിയിൽ അതിമനോഹരമായ ഒരു ഗാർഡൻ അറേഞ്ച് ചെയ്ത അങ്കമാലിക്കാരനായ ബെജോ ചേട്ടന്റെ ഗാർഡനാണ് ഇന്നത്തെ ഗാർഡൻ ടൂറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓർഡിനറി ടൈപ്പ്, ഇത് കട്ടയുള്ളത്, പിന്നെ ഓർഡിനറിയുടെ തന്നെ വലിയ പെറ്റൽസ് ഉള്ളത്. ഇങ്ങനെ 3 ടൈപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. ഈ ഓർഡിനറി ടൈപ്പ് 7 കളറും, ഈ പെറ്റൽസ് കൂടുതലുള്ള ഇത് 7 കളറും, മറ്റേത് 3 കളറുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഒരുപാട് യൂട്യൂബുകളിലൊക്കെ ഇതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ആദ്യം ഞാനിത് കളക്ട് ചെയ്തത് ഓരോ വീടുകളിൽ നിന്നും ഓരോ സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഞാനിതൊന്നും പൈസ കൊടുത്ത് ഒന്നും മേടിച്ചതല്ല. ഓരോ സ്ഥലങ്ങളിൽ കാണും. ഒരു ചെറിയ തണ്ട് മാത്രം മതി, ഇതുപോലെ ഒരു ചെറിയ തണ്ട് മാത്രം മതി ഇത്രയും ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതിന്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷമാണ്. 2 വർഷത്തോളം ഇത് ഭംഗിയായി നമ്മൾ നോക്കുകയാണെങ്കിൽ കേടുകൂടാണ്ട് നിൽക്കും. പ്ലാന്റ് ചെയ്ത് 2 വർഷത്തേക്ക് ഇത് കേടുകൂടാണ്ട് നിൽക്കും. 2 വർഷം കഴിയുമ്പോൾ എപ്പോഴും എന്നും പൂവുണ്ടാവുന്നതാണ്. വെയിലുണ്ടോ പൂവുണ്ട്, മഴ ഇതിന് ഒട്ടും ചേർന്നതല്ല. ഓർക്കിഡിന്റെ കെയറിങ്ങിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഓർക്കിഡ് എപ്പോഴും ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് നന്നായിട്ട് വളർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഓർക്കിഡ് എപ്പോഴും ഞാൻ നടുന്ന രീതിയും എൻ്റെതായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് കൂടുതൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഓർക്കിഡ് ഞാൻ 3 തരം സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പാക്ക് ചെയ്യുന്നത്, അതൊന്ന് കരിക്കട്ട, രണ്ടാമത്തത് ഓടിൻ്റെ കഷ്ണങ്ങൾ, മൂന്നാമത്തത് ചകിരി. ചിലവരെല്ലാം പറയും ചകിരി വെച്ച് കഴിഞ്ഞാൽ ഒച്ചിൻ്റെ ശല്യം കൂടാൻ സാധ്യതയുണ്ടെന്നതാണ്. പക്ഷെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യുകയാണെങ്കിൽ, ഡെയിലി അതിൻ്റെ അടുത്ത് വന്ന് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ചകിരി ഉള്ള സമയത്താണ്
ഇതിന് കൂടുതൽ വളർച്ചയും കാര്യങ്ങളും ഇതിനുണ്ടാകുന്നത്. ഇപ്പൊ ഇതിന്റെ സ്റ്റമ്പ് നമ്മൾ മുറിച്ചെടുത്തിട്ടാണ് വളർത്തുന്ന രീതിയുണ്ട്. അല്ലാതെ ഇതുപോലെ വേര് വന്നതിന് ശേഷം അടർത്തിയെടുത്ത് നമ്മൾ ഇതുപോലെയുള്ള കുട്ടകളിൽ വെച്ച് വളർത്തുന്ന രീതിയുമുണ്ട്. ഞാൻ കൂടുതലും ഇതുപോലെ വേര് വന്നതാണ് റീപ്ലാന്റ് ചെയ്യുന്നത്. ഈ വേരുകൾ കാണുന്നതിന്റെ തൊട്ട് താഴെ വെച്ച് കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെയുള്ളത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇതിന്റെ ഒരു ഇവിടുന്ന് മുറിച്ചെടുത്ത് നമ്മൾ ഇതിനെ ഈ കൊട്ടയിലേക്ക് നമ്മൾ നടുകയാണ് ചെയ്യുന്നത്. ഞാനിത് 2 വർഷം മുമ്പ് നട്ട പ്ലാന്റ് ആണ്. ഏകദേശം ഇപ്പൊ 2 വർഷത്തോളമായി. ഇത് എനിക്ക് തൊട്ടടുത്ത് നിന്നുള്ള ഒരു വീട്ടിൽ നിന്നും ലഭിച്ചതാണ്. അപ്പോൾ ഇതിന് എനിക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് ഇതിന്റെ കളറാണ്. ഇപ്പൊ ഇതിപ്പോ ഒരു പിങ്കി കളറുണ്ട്, അതുപോലെ തന്നെ ഗ്രീൻ ഉണ്ട്, അതുപോലെ തന്നെ ഐവറി കളറും. അപ്പൊ സൺലൈറ്റ് അധികമായി അടിച്ചു കഴിഞ്ഞാൽ ഈ പിങ്കി കിട്ടില്ല, ക്രീമായി പോകും. അപ്പൊ ഒരു മീഡിയം കളർ വന്നു കഴിഞ്ഞാൽ ഇതിനിടയ്ക്കിടയ്ക്ക് മാത്രമേ ഈ പിങ്ക് കളറ് വരികയുള്ളൂ. അത് ഇതിന് കൂടുതൽ ഭംഗി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് നടുന്നതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ ചെറിയ ഹാങ് ചെയ്തിടുന്ന ചട്ടിയില് ചകിരിച്ചോറ്, ഉണക്ക ചാണകം, അല്പം ഒരു നുള്ള് കുമ്മായം, അത് അതിന് ചീച്ചിലുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ സാധാരണ ഒരു തണ്ട്, ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പാലച്ചിറം പോലെ ഇതുമേ ചിറമുണ്ട്. ഈ ചിറം ഉള്ള ഒരു പ്രത്യേകതരം ചെടിയാണിത്. മതി 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 ഇത് നമ്മൾ തണലത്ത് വെച്ചാണ് ഇതിൽ പിടിപ്പിക്കേണ്ടത്. 3, 4, 5 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രം ഹാങ് ചെയ്തിടുക. എല്ലാ ദിവസവും നനയ്ക്കണം. അപ്പൊ ഇതിൽ നിന്നും റൂട്ട്സ് അല്ലെങ്കിൽ വന്ന് അതിനുശേഷം ഇതിൽ നിന്നും മുള വന്നതിന് ശേഷം മാത്രമേ ഹാങ് ചെയ്തിടാനായിട്ട് പാടുള്ളൂ. അധികം വെയിലില്ലാത്തടത്ത് ആണ് ഇത് കൂടുതൽ ഇടേണ്ടത്. നമുക്ക് കാണുമ്പോൾ ഇത് തോന്നുമെങ്കിലും അധികം വെയിൽ പാടില്ല ഇതിന്. അപ്പൊ ഒരു മീഡിയം ഇതിൽ മാത്രമേ ഇതിന് വെയിൽ പാടുള്ളൂ. പിന്നെ ഇത് നട്ട് വളർന്നു കഴിയുമ്പോൾ 3 മാസത്തിലൊരിക്കൽ എന്തെങ്കിലും ഒരു ജൈവവളം ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഉണക്ക ചാണകമാകാം, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന കപ്പലണ്ടി കൊപ്ര പൊടിച്ചത് 1 സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കാനും ഭംഗിയാവാനും സാധിക്കും. ഏകദേശം ഇത് വലുതായി ഇത്രയൊക്കെ ആവാനായിട്ട് 2 കൊല്ലത്തോളം എങ്കിലും സമയമെടുക്കും. വളരെ സ്ലോവില് ഗ്രോത്ത് ഉള്ള ഒരു ചെടിയാണ് ഇത്. പുതിയ തരമല്ല, ഇത് ഇഷ്ടംപോലെ ഉള്ളതാണ്, പല വീടുകളിലും ഉള്ളതാണ്. പക്ഷെ ഇത് ഭംഗിയായി ഉണ്ടാക്കുക എന്നുള്ളതാണ്
ഒരു ഗാർഡനറിന്റെ ഏറ്റവും പ്രത്യേകത. ചെടികൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുമെങ്കിലും അതിന് അതിൻ്റെതായ രീതിയിൽ ഭംഗിയിൽ കൊണ്ടുവരിക. ചെടി വളർത്തുക, എല്ലാവരുടെ വീടുകളിലും ഒരുപാട് വെറൈറ്റീസ് ചെടികൾ ഉണ്ടെങ്കിലും ചെടികളെ ക്രമീകരിക്കുന്നതാണ് ചെടിക്ക് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നത്. അപ്പം ഈ ചെടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ചെടിയാണ്. പക്ഷെ അത് വളർത്തേണ്ട രീതിയിൽ വളർത്തുമ്പോൾ അതിന് കൂടുതൽ ഭംഗി ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇതിന് ചട്ടിയിൽ നമ്മൾ കൊടുക്കുന്നത് ഈ ചകിരിച്ചോറും ചാണകവും ഉണക്ക ചാണകവും ഒക്കെയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഗ്രോത്ത് ഉള്ള ഒരു ചെടിയാണ്. ഇത് പിടിയിന്ന് വലുതായി നിറഞ്ഞു വരും. ഇതിപ്പോ ഏകദേശം ഒരു 1.5 മാസമേ ആയിട്ടുള്ളൂ ചട്ടിയിലേക്ക് നട്ടിട്ട്. ഇത് വളരെ നീളം വയ്ക്കും, താഴോട്ട് ഇങ്ങനെ വളർത്തും. ഇതിപ്പോ ഞാൻ റീപ്ലാന്റ് ചെയ്തതാണ്. കഴിഞ്ഞ 2 വർഷമായി ഇതിന്റെ ലെങ്ത് എത്രയാന്ന് വെച്ചാൽ 1 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഇതിന് ആഴമുണ്ട്. താഴേക്ക് ഇങ്ങനെ വളർന്ന് ഭംഗിയായി കിടക്കും. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത, അധികം സൺലൈറ്റ് നേരിട്ട് അടിക്കാൻ പാടില്ല. സൺലൈറ്റ് കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ തണ്ടുകൾ കരിഞ്ഞ് അറ്റ താഴേക്ക് വീണു പോകും. പോർച്ചിന്റെ റൈറ്റ് സൈഡിലായിട്ട് 2 ടൈപ്പ് 2 കളറുള്ള ഫ്ലെയിം വയലറ്റ് കൂടി ഉണ്ട്. അതുകൂടാതെ പോത്തോസും. എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക.
പുതിയ ഗാർഡൻ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.